നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവ്രി വൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കിപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ID കാർഡൊക്കെ കിട്ടുന്ന ടൈമാണ്. അപ്പം ID കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ID കാർഡിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എല്ലാത്തിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ID കാർഡ് എന്ന് പറയുന്നത്. ID കാർഡ് കിട്ടിയെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് ആണ് എന്നുള്ളതിന് ഒരു തെളിവാണ് നമുക്ക് ഒരു ID കാർഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടും ID കാർഡിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ID കാർഡ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ID കാർഡിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരിക്കും, അതിന് താഴെയായിട്ട് നിങ്ങളുടെ പേരുണ്ടായിരിക്കും. പേരൊക്കെ കറക്റ്റ് ആണോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എൻറോൾമെന്റ് നമ്പർ വരുന്നുണ്ട്, 12 ഡിജിറ്റ് ഉള്ള എൻറോൾമെന്റ് നമ്പർ ആണ് ഉണ്ടായിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ LSC സെന്റർ ആണ്. LSC സെന്റർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ലേണേഴ്സ് സപ്പോർട്ട് സെന്റർ ആണ് മെയിനായിട്ട് വരുന്നത്. അതിൽ അവിടുന്ന് നിങ്ങൾക്ക് ബുക്സ്, അതായത് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് LSC സെന്റേഴ്സ് ആണ് അയച്ചു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാമുകൾ, നിങ്ങൾക്ക് ഇപ്പം ഓരോ സൺഡേസിലും പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതൊക്കെ LSC ആണ് നമുക്ക് ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ സിഗ്നേച്ചറും ഈ ഒരു ID കാർഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ID കാർഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചർ അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ID കാർഡാണ് നിങ്ങളുടെ കയ്യിലെത്തുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ റീജിയണൽ സെൻറ്റർ ഉണ്ടായിരിക്കും. റീജിയണൽ സെൻറ്ററിൻ്റെ നെയിമും നമുക്ക് ഈ ഒരു ID കാർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബാർകോഡ്. അപ്പോൾ ബാർകോഡ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ബാർകോഡിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ID കാർഡിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ID കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേരൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ഇനീഷ്യൽ അടക്കം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ ID കാർഡിൽ ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ ID കാർഡുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്